കേരളത്തിലെ ഉറച്ച കമ്മ്യൂണിസ്റ്റ് കോട്ട എന്ന് നിശേഷം പറയാവുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കാസർഗോഡ്. രാഷ്ട്രീയ അടിയൊഴുക്കുകളിൽ ഇടതുപക്ഷം കടപുഴകിയ ചരിത്രവുമുണ്ട് ഈ മണ്ഡലത്തിന്. പാവങ്ങളുടെ പടത്തലവൻ AKGയിൽ തുടങ്ങി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കന്നി വിജയം വരെ നീളുന്നതാണ് കാസർഗോഡ് മണ്ഡലത്തിൻ്റെ ചരിത്രം. സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പിലാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത്. സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് കാസർഗോഡ്. ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കല്യാശ്ശേരി എന്നീ നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. 1957 നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് AKG ആയിരുന്നു മണ്ഡലത്തിൽ ചെങ്കൊടി പാറിച്ച വിജയനായകൻ. 1957, 62, 67 വർഷങ്ങളിൽ നടന്ന 3 തെരഞ്ഞെടുപ്പിലും AKG തോൽവി അറിയാതെ പാർലമെന്റിലെത്തി. സ്വതന്ത്രനായി മത്സരിച്ച B. അച്യുതക്ഷേണയെ 5000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചായിരുന്നു ആദ്യ വിജയം. രണ്ടാം തവണ ഭൂരിപക്ഷം 83,000-ആയി ഉയർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന ശേഷം നടന്ന 1967-ലെ പൊതു തെരഞ്ഞെടുപ്പിലും AKG തന്നെ മത്സരരംഗത്ത്. CPM-ന്റെ അഭിമാന പോരാട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി TVC നായരെ 100,000-ൽ പരം വോട്ടിന് തോൽപ്പിച്ച് കാസർഗോഡ് മണ്ഡലത്തെ ആർക്കും തകർക്കാനാവാത്ത ചെങ്കോട്ടയാക്കി AKG. അന്ന് നേടിയ ഭൂരിപക്ഷം മറികടക്കാൻ ഇന്നോളം ആർക്കും കഴിഞ്ഞിട്ടില്ല. 1971 നടന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി. അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി യുവതുർക്കിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ CPM സ്ഥാനാർത്ഥി EK നായനാരെ പരാജയപ്പെടുത്തി കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക നാട്ടി. 28,404 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു കടന്നപ്പള്ളിയുടെ കന്നിജയം. KSU സംസ്ഥാന പ്രസിഡന്റായിരിക്കെയായിരുന്നു കടന്നപ്പള്ളി ലോക്സഭയിലെത്തിയത്. 1977-ലെ പൊതു തെരഞ്ഞെടുപ്പിലും കടന്നപ്പള്ളി തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. CPM-ന്റെ രാമണ്ണറയ്യായിരുന്നു എതിരാളി. വിജയം കടന്നപ്പള്ളിക്കൊപ്പം നിന്നു. കടന്നപ്പള്ളിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ രാമണ്ണറയ്ക്കായി. 80-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി O. രാജഗോപാലിനെ പരാജയപ്പെടുത്തി M. രാമണ്ണറയിലൂടെ CPM ഇടതുകോട്ട തിരിച്ചുപിടിച്ചു. 84-ൽ ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്ന് ആഞ്ഞുവീശിയ സഹതാപ തരംഗത്തിൽ വീണ്ടും മണ്ഡലം CPM-ന് നഷ്ടമായി. E. ബാലാനന്ദനെ 11,369 വോട്ടിന് പരാജയപ്പെടുത്തിയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി രാമറായിയുടെ വിജയം. 1989-ൽ CPM മുൻ MP രാമണ്ണറായിയെ തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കളത്തിലിറക്കി. കോൺഗ്രസിന്റെ I. രാമറായിയെ പരാജയപ്പെടുത്തി രാമണ്ണറായി വീണ്ടും MP-യായി. 1991-ലെ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിലും കാസർഗോഡ് ഇടതിനൊപ്പം നിന്നു. കോൺഗ്രസിന്റെ KC വേണുഗോപാലിനെ തോൽപ്പിച്ച് രാമണ്ണറായി വീണ്ടും ലോക്സഭയിലെത്തി. 1996-ൽ T. ഗോവിന്ദനായിരുന്നു CPM സ്ഥാനാർത്ഥി. കോൺഗ്രസ് I. രാമറായിയെ തന്നെ വീണ്ടും നിർത്തിയെങ്കിലും വിജയക്കൊടി പാറിയില്ല. 74,730 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഗോവിന്ദന്റെ വിജയം. 1998-ലും T. ഗോവിന്ദൻ വിജയം ആവർത്തിച്ചു. 1999-ലെ വിജയത്തോടെ AKGക്ക് ശേഷം മണ്ഡലത്തിലെ ഹാട്രിക് വിജയം ഗോവിന്ദൻ പേരിനൊപ്പം ചേർത്തു. 2004-ൽ AKGയുടെ മകളുടെ ഭർത്താവും CPM നേതാവുമായ കരുണാകരനായിരുന്നു സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ MA മുഹമ്മദിനെ 100,000-ൽ പരം വോട്ടിന് തോൽപ്പിച്ചായിരുന്നു P. കരുണാകരന്റെ കന്നി വിജയം. 2009-ലും 2014-ലും കരുണാകരൻ ജയം ആവർത്തിച്ചു. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഇടത്തും ഇടതുപക്ഷത്തിനാണ് ഭൂരിപക്ഷം. കാസർഗോഡും മഞ്ചേശ്വരവും ഒഴിച്ചു നിർത്തിയാൽ കാസർഗോഡ് BJPക്ക് കാര്യമായ അടിത്തറയില്ല. കഴിഞ്ഞ തവണ രവീശ തന്ത്രി കുണ്ടാർ പിടിച്ച 1,76,049 വോട്ടാണ് BJPയുടെ ഏറ്റവും വലിയ വോട്ടുനില. 84 മുതലാണ് BJP മണ്ഡലത്തിൽ മത്സരിച്ചു തുടങ്ങിയത്. KG മാരാർ ആദ്യ മത്സരത്തിൽ തന്നെ 59,021 വോട്ടുകൾ നേടി. പിന്നീട് ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം കാസർഗോഡ് മണ്ഡലത്തിൽ BJPയുടെ വോട്ട് ക്രമാതീതമായി ഉയർന്നു. ഇത്തവണ 2 ലക്ഷം കടക്കാനാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. 2019-ൽ കാസർഗോഡിന്റെ ഇടതുകോട്ട കൊല്ലത്ത് നിന്നെത്തിയ കോൺഗ്രസുകാരനായ രാജ്മോഹൻ ഉണ്ണിത്താൻ തകർത്തു. 35 വർഷം ഇടതിനൊപ്പം നിന്ന മണ്ഡലത്തിൽ വീണ്ടും കോൺഗ്രസിന്റെ അട്ടിമറി വിജയം. ഇടതുകോട്ട തിരിച്ചുപിടിക്കാൻ LDFും നിലനിർത്താൻ UDFും വിജയപ്രതീക്ഷയിൽ BJPയും ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ഇത്തവണ നടത്തുന്നത്. അതുകൊണ്ടുതന്നെ വിജയം ആർക്കൊപ്പം നിൽക്കുമെന്നത് പ്രവചനാതീതം.